നമുക്ക് എല്ലാവർക്കും നല്ല ചൂടുള്ള ഈ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇറങ്ങി വരുന്ന ആ ഒരു പിസ്സ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷേ ഒരു ചെറിയ പിസ്സ ആണെങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വിലയാണ് കൊടുക്കേണ്ടത്. അതേസമയം നമുക്ക് പിസ്സ ബീസ് ഒന്നും ഉണ്ടാക്കി മെനക്കെടാതെ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പിസ്സയെക്കാളും ടേസ്റ്റി ആയിട്ട് പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബ്രെഡ് പിസ്സ. അതിനായിട്ട് ഞാനിവിടെ 5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 5 6 എടുക്കുക കേട്ടോ. എൻ്റെ 5 ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് വയ്ക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു, ചിക്കൻ സോസേജ്. അതൊന്ന് ജസ്റ്റ് ഓയിലിട്ടിട്ട് സോട്ട് ചെയ്യുക. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ചിക്കൻ ആണുള്ളെങ്കിൽ അതെടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അതും വേണ്ട. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് സവാള, ക്യാപ്സിക്കം, തക്കാളിക്ക. ഓക്കെ, ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു അമുലിൻ്റെ ബട്ടർ നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധാരണ ബട്ടറിലല്ല, ഇതൊരു ഗാർലിക് ആൻഡ് ഹെർബ്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു ബട്ടർ നിങ്ങൾ കാണുകയാണെങ്കിൽ വാങ്ങിച്ചു. പിന്നെ വേണ്ടത് ചെഡാറിൻ്റെ സ്ലൈസസ്. ചെഡാർ ചീസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ല, അത് മിൽക്കി മിസ്റ്റിൻ്റെ സാധാരണ നമ്മുടെ ചീസ് സ്ലൈസസിലെ അതാണ്. അപ്പോൾ അത് 2 എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഈ ഇതിൻ്റെ ഒരു കുറച്ച് പകുതി ഉണ്ടായിരുന്നു. അത് അമുലിനെ നമുക്കിങ്ങനെ ഡൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അവർ ഇട്ടിരിക്കുന്ന ഒരു ചീസാണ്, അതുകൊണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മിക്സ്ഡ് ഹെർബ്സും ചില്ലി ഫ്ലേക്സും. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പെപ്പർ പൗഡർ എടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ഇതുപോലെ ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഈ ബേക്കിംഗ് ട്രേ ഒന്നും നിർബന്ധമൊന്നുമില്ല. അവനില്ലാത്തവർക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതുപോലെ ലെയർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് പീസസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പകുതി. ഓക്കെ, പിന്നെ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജിൻ്റെ പകുതി. ആ സോസേജ് ഞാൻ പറഞ്ഞല്ലോ നിർബന്ധമില്ല, ഇതിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ, ഞാൻ എന്ത് വണ്ടിയാണ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പകുതി ഇട്ടാൽ പോലെ എൻ്റെ ഒരു കാര്യം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. ഇതിൻ്റെ പകുതി കൂടെ അവൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസിൻ്റെ സ്ലൈസസ് വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ചീസാണോ ഉള്ളത് അത്. ഓക്കെ, ഞാനിപ്പോൾ 2 വെച്ചത് മിൽക്കി മിസ്റ്റിൻ്റെ നമുക്ക് സാധാരണ കിട്ടുന്ന ചീസ് സ്ലൈസസ് ആണ്. ഇത് ചെഡാറിൻ്റെ ആ ഒരു ചീസാണ്, ചെഡാർ ചീസ് മാത്രമുള്ളതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേണ്ടത് നമ്മുടെ മിക്സ്ഡ് ഹെർബ്സിൽ കുറച്ച് അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് റിലീസാവും. അത് നിങ്ങളുടെ ആവശ്യത്തിന്, പക്ഷേ അതൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമില്ലാത്തവർക്ക് പെപ്പർ പൗഡർ ഇടാം. ഇതേപോലെ ഒരു നുള്ളു ഉപ്പ് കേട്ടോ, എന്നാൽ നമ്മൾ വെജിറ്റബിൾസിന് ഉപ്പിടുന്നില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസസ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നന്നായിട്ട് നിരത്തുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം ഈ ബട്ടറില്ലേ, ഈ ബട്ടർ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഇടുക. ഈ ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബട്ടറായാലും മതി. ഈ ബട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഗാർലിക്കിൻ്റെയും കുറച്ച് റോസ്മേരി അതിൻ്റെയൊക്കെ ഫ്ലേവറുണ്ട്. പിന്നെ വേണ്ടത് കണ്ടോ, ഈ ചീസിൻ്റെ ബാക്കി ഇത്രയും ഉണ്ടായിരുന്നത്. ഇതാണ് ആ ഡൈസ് ചീസ്. ഈ ചീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോസറേല ചീസും ചെഡാർ ചീസും കൂടെയുള്ള ഒരു മിക്സാണ്. കണ്ടോ, ഇതാണ് പിസ്സയ്ക്കൊക്കെ ഏറ്റവും നല്ലത്, ഈ കോമ്പിനേഷൻ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല, അത് നമ്മൾ അറിയ പോലും ഇല്ല. ഇതിപ്പോൾ ഇത്ര ബാക്കിയുള്ളതുകൊണ്ട് ഞാനത് തീർക്കാനായിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇടുക. എൻ്റെ കയ്യിൽ പെപ്പർ പൗഡർ ഇല്ല, പെപ്പറും കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് അതുകൂടെ ഇട്ടോളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ സ്ലൈസ് ചെയ്ത്, പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ചീസ്. ഇത് കുറച്ച് ചീസി ആണ്. ഞാനിപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചീസ് ഇടുന്നത്. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ കൂടുതൽ ചീസ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത്. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക്. പിന്നെ ഇത് ഞാനിന്ന് ഒരു ഗാർലിക് ചില്ലി സോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് നിർബന്ധമില്ല, ഇത് പക്ഷേ ഇതിന് പകരം ടൊമാറ്റോ സോസ് ഉപയോഗിക്കണം കേട്ടോ, കുറച്ചപ്പോൾ അതൊരു കളർഫുള്ളായിട്ട്. അതിനുശേഷം ബേക്ക് ചെയ്യാം. അവനില്ലാത്തവർക്ക് അറിയാമല്ലോ, നമുക്ക് പാൻ വെച്ചിട്ട് അടച്ച് കവർ ചെയ്ത് എടുക്കുക. ആ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത് വരെ. എന്താ ഫ്ലേവർ എന്നറിയാമോ? പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, ഇത് കണ്ട മുകളിൽ കുറച്ച് കോൺ കണ്ണ്, ഫ്രോസൺ കോണാണ്, അതുകൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പിസ്സ പുറത്തുനിന്ന് വാങ്ങിക്കത്തേ ഇല്ല. കാരണം എന്തോ വില കൊടുത്താണ് നമ്മളത് വാങ്ങിക്കുന്നത്. എന്നാൽ നമുക്കത് തികയോ അതുമില്ല. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഭയങ്കര രസമാണ്. ഇത് ഈവൻ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അമ്മമാർ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും.
ഇതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ എന്ത് ചീസിയാണ്. ആ നടുക്കിൽ നമ്മൾ കൂടുതൽ ചീസ് ഇടണം, അപ്പോഴാണ് അതിങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നല്ല ഇതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എനിക്ക് അഭിപ്രായം പറയണം. ഓക്കെ.